പാർട്ടികൾക്ക് മുമ്പിൽ BJP തോറ്റു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഈ പപ്പുവിന് എന്താ കാര്യം? ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. സർക്കാരിനൊരു വീഴ്ച പറ്റി, വിദ്യാർത്ഥികളും ജനങ്ങളും അതിനെതിരെ ശബ്ദം ഉയർത്തി. ആ പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ തോൽവി സമ്മതിച്ച് തെറ്റുകൾ തിരുത്തി മന്ത്രി രാജിവെച്ചു. അതൊരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു തീരുമാനമാണ്. നോട്ട് ദി പോയിന്റ്, ജനാധിപത്യം. ജനങ്ങളുടെ ശബ്ദം കേൾക്കാൻ ഭരണകൂടം തയ്യാറായി. അല്ലാതെ ഭരണകൂടത്തിനെതിരെ സംസാരിച്ചതിന് പേരിൽ ഇവിടെ ആരും അടിയന്തരാവസ്ഥയൊന്നും വിളിച്ചു പറഞ്ഞില്ല. സമരത്തിനിറങ്ങിയ വിദ്യാർത്ഥികളെയും പ്രതിപക്ഷത്തെയും പിടിച്ച് ജയിലിലടച്ചില്ല. ജനവികാരം മാനിച്ച് ഒരു ജനാധിപത്യ രാജ്യത്ത് എടുക്കേണ്ട സ്വാഭാവികമായിട്ടുള്ള തീരുമാനം മാത്രമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. സ്വന്തം പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ലാത്ത വിദ്യാർത്ഥികൾ നടത്തിയ ഒരു സമരത്തിൽ BJP തോറ്റപ്പോൾ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ നൈസിൽ സ്വന്തം അക്കൗണ്ടിലേക്ക് അടിച്ചേൽപ്പിക്കാൻ രാഹുൽ ഗാന്ധി വരുന്നത് എന്തിനാണ്? ഈ കഴിഞ്ഞ 12 കൊല്ലം കൊണ്ട് ഇങ്ങനൊന്നും ഇവിടെ മറച്ചിട്ടില്ല. അപ്പോൾ മറ്റുള്ളവരുടെ സമരത്തിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റി സോഷ്യൽ മീഡിയയിൽ മാസ് ഡയലോഗ് അടിക്കുന്നതാണോ രാഷ്ട്രീയം? ഞാൻ ഈ പാർട്ടികൾക്കൊപ്പം ഒന്നുമല്ല, ഞാനിവിടെ സംസാരിക്കുന്നത് പപ്പുവിനെ കുറിച്ചാണ്. തോൽവിയും വിജയവും അളക്കുന്നതിന് മുമ്പ് ഇവിടെ അടിയന്തരാവസ്ഥയല്ല, മറിച്ച് ജനങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ജനാധിപത്യപരമായിട്ടുള്ള ഒന്നാണ് നടന്നതെന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. സ്വന്തമായ ഒരു സ്വാധീനവും ഇല്ലാതെ ഇതിനിടയിൽ ചാടി വീണ് ക്രെഡിറ്റ് എടുക്കാൻ നോക്കുന്ന പപ്പുവിൻ്റെ ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞാനിവിടെ നൈസിൽ BJP ഒന്ന് പൊക്കിയത് കൊണ്ട് നിങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. പിന്നെ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. നിങ്ങളുടെ അനുകൂലവും പ്രതികൂലവും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ നൽകാം.